അഭിനയം നിർത്തി മുൻനിര രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വിജയുടെ കരിയറിലെ അവസാന സിനിമ എന്ന ലേബലിൽ ഇറങ്ങിയ ജനനായകൻ വളരെയേറെ നിരാശപ്പെടുത്തി. എച്ച് വിനോദാണ് സംവിധായകൻ. എന്നടാ പണി വെച്ചിരിക്കുക. ഒരാളുടെ കരിയറിലെ അവസാന സിനിമ അത്ര മെമ്മറബിൾ ആയിരിക്കണം, എന്നാൽ ഇത് നശിപ്പിച്ച് കൈ കൊടുത്തു. അത്രയ്ക്ക് വേസ്റ്റ് മേക്കിങ്. തിരക്കഥ വൻ ശോകം. ഒരു രീതിയിലും ഇമോഷണലി കണക്ട് ആവാതെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ കാണിച്ച് ഒരു ലോജിക്കുമില്ലാതെ ഒരു നിർവികാരതയിലിരുന്ന് കാണേണ്ടി വന്നൊരു സിനിമ. വിജയുടെ സിനിമകൾ എത്ര മോശമാണെങ്കിലും ചുരുക്കം ചില സീനുകളിൽ നമുക്ക് കൈയടിക്കാനുണ്ടാവും. എന്നാൽ ഇതിൽ അങ്ങനെ ഒരു ഹൈ മൊമെൻറ്റ് എങ്ങുമേ ഇല്ല. 153 മിനിറ്റുള്ള സിനിമ ഏകദേശം 3 മണിക്കൂറോളം നമ്മളെ ഇരുത്തി, 3 മണിക്കൂറോളം അല്ല, 3 മണിക്കൂറിൽ കൂടുതലുണ്ട്, നമ്മളെ ഇരുത്തി മുഷിപ്പിക്കുക. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഗ്രാഫിക്സ് കുത്തിക്കയറ്റി നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സിനിമയിൽ പറയുന്ന കാര്യം സോഷ്യലി റിലവൻ്റ് ആണ്. ക്യാരക്ടറുമായി കുറച്ച് ഇമോഷണലി കണക്റ്റ് ആവുന്ന തരത്തിൽ തിരക്കഥയിൽ കുറച്ചുകൂടെയൊക്കെ എഫേർട്ട് ഇട്ട് പ്രധാന വില്ലൻ്റെ ചെയ്തികളൊക്കെ കുറച്ച് ബിലീവബിളായി എഴുതി ഗ്രാഫിക്സ് കുത്തി നിറയ്ക്കാതെ മേക്കിങ്ങിൽ കുറച്ചേറെ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ വളരെ നല്ലൊരു സിനിമയാകേണ്ടതായിരുന്നു. നോർമലി വിജയ് എന്ത് ചെയ്താലും ഒരു സ്വാഗ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ സിനിമയിൽ ചിലയിടത്ത് വെറും കോമാളിയാക്കി കളഞ്ഞു. സിനിമ കണ്ടു കഴിഞ്ഞ് ഫീൽ ചെയ്യുന്നത് വെറും നിർവികാരതയാണ്. അതും വെളുപ്പിന് 6 മണിക്ക് പോയി കണ്ട സിനിമ. ഇനി ഞാൻ പറയുന്ന കാര്യം സിനിമയിൽ കാണിക്കുന്നതാണ്, എന്നാൽ സിനിമയായിട്ട് വലിയ ബന്ധമില്ലാത്തൊരു കാര്യമാണ്. സ്ത്രീകൾ വീക്കാണെന്ന് തെളിയിക്കാൻ വേണ്ടി സിനിമയിൽ ആർമി കോച്ച് ബോക്സിങ്ങിൽ ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത മമിതയെ ബോക്സിങ്ങിനായി റിങ്ങിലേക്ക് വിട്ട് താൻ ട്രെയിൻ ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു മെയിൽ ബോക്സറെ കൊണ്ട് കിക്ക് ചെയ്യിച്ച് ഒരു പഞ്ച് പോലും കൊള്ളാൻ ശേഷിയില്ല, സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ച് വീട്ടിൽ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. പുള്ളി ആ കാണിക്കുന്നത് തെറ്റാണ്. അത് തെറ്റാണെന്ന് സിനിമ പറയുന്നുമുണ്ട്. എന്നാൽ വിജയുടെ ക്യാരക്ടർ അത് തെറ്റാണെന്ന് പറയാൻ വിജയ് ചെയ്യുന്നത് ഈ മികച്ച ബോക്സറെ കിക്ക് ചെയ്തിട്ടിട്ട് അവള് കല്യാണം കഴിച്ച് വീട്ടിലിരിക്കണേ, അപ്പോൾ ഇവനിനി എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ചോദിച്ച് ഒരു ആക്ഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഷേവ് ചെയ്യുന്ന ആക്ഷൻ. ഇഫ് ഐ ആം നോട്ട് റോങ്, തെറ്റാണെങ്കിൽ തിരുത്താം. എന്നാൽ അത് ഇങ്ങനൊരു ആക്ഷൻ കാണിച്ചത് ഷേവ് ചെയ്യാൻ എന്ന് തന്നെയാണെങ്കിൽ വിജയ് അപ്പോൾ പറയുന്ന ഡയലോഗ് തന്നെ ഞാനും പറയണം. വാട്ട് ബ്രോ, ഇറ്റ്സ് റോങ് ബ്രോ, വെരി നാരോ മൈൻഡഡ്. ഇത്രയുമാണ് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം. കണ്ടവരാണെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് അഭിപ്രായം ശരിയെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.